ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ടിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലെ റീൽസിൽ ട്രെൻഡിങ് ആയിട്ട് കളിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ VN എഡിറ്റർ ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. VN ആപ്ലിക്കേഷൻ്റെ ലിങ്കും അതുപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലും ടെലഗ്രാമിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, നിങ്ങൾ VN ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് താഴെയുള്ള ഈ ഒരു പ്ലസ് ബട്ടൺ കൊടുത്തതിന് ശേഷം ന്യൂ പ്രോജക്റ്റ് എന്ന ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. മുകളിലായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഒന്നും ഫോട്ടോ ഒന്നും കാണാൻ പറ്റും. അവിടെ നിങ്ങൾ ഫോട്ടോസ് എന്ന ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. മുകളിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കാണാൻ പറ്റും. അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ ഇമേജസ് ഏത് ഫോൾഡറിലാണോ ഉള്ളത് ആ ഒരു ഫോൾഡർ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ 30 ഫോട്ടോസ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. 30 ഫോട്ടോസ് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വരേണ്ട ഇമേജ് ഏതാണോ ആ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം റാൻഡമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജുകൾ നിങ്ങൾ ഒരു 30 ഫോട്ടോസ് ഇതുപോലെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഒരു ഇൻസ്റ്റയിൽ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഞാനവിടെ ഏകദേശം ഒരു 30 ഫോട്ടോസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം താഴെ റൈറ്റ് സൈഡിലേക്കുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ഒറിജിനൽ എന്ന് കാണാൻ പറ്റും. ഓക്കെ, എവിടെയായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. 9:16 റേഷ്യോ സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് നമുക്കിതിലേക്ക് ഓഡിയോ ആഡ് ചെയ്യാം. നമുക്ക് ഓഡിയോയുടെ സിമ്പിൾ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മ്യൂസിക് എന്ന ഈ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് മുകളിലായിട്ട് ഫേവറേറ്റ് മൈ മ്യൂസിക് എന്ന് കാണാൻ പറ്റും. മൈ മ്യൂസിക് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള ഓഡിയോസാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യുമെങ്കിൽ ഇവിടെ മ്യൂസിക് ലൈബ്രറി കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് എക്സ്ട്രാക്റ്റ് ഫ്രം വീഡിയോ അതുപോലെ തന്നെ ലിങ്ക് ഫയലൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ വീഡിയോയിൽ നിന്നും ഓഡിയോ എക്സ്ട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി എക്സ്ട്രാക്റ്റ് ഫ്രം വീഡിയോ എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുത്തു. താഴെ ഓക്കെ ബട്ടൺ കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഗാലറി ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ പ്രിവ്യൂ സാമ്പിൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നത് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഒരു ഓഡിയോ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു താഴെയായിട്ട് ഓക്കെ, അതിനുശേഷം താഴെയുള്ള ഒരു സേവ് എന്ന ബട്ടൺ കൊടുക്കുക. ഇവിടെ ആയിട്ട് നമുക്ക് ന്യൂ എന്ന് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ താഴെ മൈ മ്യൂസിക് എന്ന് കാണാൻ പറ്റും. ഇതിൽ ഏതെങ്കിലും ഒരു ഫോൾഡറിൽ നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ന്യൂ എന്ന ഭാഗത്ത് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആ ഒരു ഓഡിയോ എക്സ്ട്രാക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ജസ്റ്റ് ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ യൂസ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഓഡിയോ ഏതാണെന്നുള്ള ഒരു ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയായിട്ട് നമുക്കിവിടെ ടിക്ക് മാർക്ക് കാണാൻ പറ്റും. സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓഡിയോ ഇവിടെ സെറ്റ് ചെയ്തു. അടുത്തായിട്ട് നമ്മൾ താഴെയുള്ള ഇമേജിൻ്റെ ഓരോന്നിൻ്റെയും ടൈം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള ഇമേജിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ ടൈം നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ്ങിലുള്ള ഇമേജിൻ്റെ ആ ഒരു ടൈം എന്ന് പറയുന്നത് ഏകദേശം 3.17 സെക്കൻഡ്. ഓക്കെ, കറക്റ്റായിട്ട് നിങ്ങൾ ആ ഒരു സെക്കൻഡ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബീറ്റ് വരുന്ന ഭാഗത്ത് ഇമേജ് നമുക്ക് ചേഞ്ചസ് ആവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങുള്ള ഇമേജ് അതുപോലെ കറക്റ്റായിട്ട് നമ്മൾ 3.17 സെക്കൻഡ് സെറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ ഇമേജ് മുതൽ ബാക്കിയുള്ള 29 ഇമേജ് നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ ടൈമർ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 0.47 ആണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മൾ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ടൈമർ അവിടെ മിസ്സാകുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ആ ടൈം ലാപ്സ് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് 2 ഫിംഗർ വെച്ചിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഫോട്ടോയിൽ സെലക്ട് ചെയ്തിട്ട് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്കിതുപോലെ 0.47 കിട്ടുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. 2 ഫിംഗർ വെച്ചിട്ട് താഴെ വശം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് 0.47 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഇമേജ് നമ്മൾ സെറ്റ് ചെയ്തു. അടുത്ത് ഈ ഒരു മൂന്നാമത്തെ ഇമേജ് ഇതുപോലെ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ടൈം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. 0.47. അപ്പോൾ ഞാനൊരു 2-3 ഇമേജ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കുക. 29 ഇമേജ് ഉണ്ടാവും. ഓക്കെ, ബാക്കിയുള്ള 29 ഇമേജ് ആ ഒരു 29 ഇമേജിൽ നിങ്ങൾ 0.47 ആ ഒരു ടൈം നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഞാൻ സ്കിപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് ഇമേജ് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ടിങ്ങുള്ള ഇമേജിൽ നമുക്ക് എഫക്റ്റ് ആഡ് ചെയ്യാം. താഴെ നമുക്ക് എഫക്ട്സ് എന്ന് കാണാൻ പറ്റും. ഈ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നതിന് ശേഷം താഴെ എഫക്ട്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ വൈറ്റ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങുള്ള ഇമേജ് നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ടാവും. അടുത്തായിട്ട് ഈ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് തന്നെ വന്നതിന് ശേഷം ഈ ഒരു താഴെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു എൻഡിലേക്ക് വന്നതിന് ശേഷം സൂം എന്ന് കാണാൻ പറ്റും. അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൂം ഔട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് താഴെ ടിക്ക് മാർക്ക് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ഇമേജിലേക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഫ്ലാഷ് എഫക്റ്റും സൂം ഔട്ട് എഫക്റ്റും നമ്മൾ ആഡ് ചെയ്തു. ഇനി ബാക്കിയുള്ള കംപ്ലീറ്റ് ഇമേജിൽ നമുക്ക് ഒരേ എഫക്റ്റാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ രണ്ടാമത്തെ ഇമേജിലേക്ക് വരെ ജസ്റ്റ് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് വെച്ചിട്ട് സൂം എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൂം ഇൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ അപ്ലൈ ടു ആൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, സെൻറ്ററിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കംപ്ലീറ്റ് ഇമേജിൽ നമുക്ക് ആ ഒരു സെയിം എഫക്റ്റ് നമുക്ക് അവിടെ ആഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, കണ്ടോ, ബാക്കിയുള്ള 29 ഇമേജിൽ നമുക്ക് ആ ഒരു എഫക്റ്റ് ആഡ് ആയിട്ടുണ്ടാവും. ഇനി അതിലേക്ക് നമുക്ക് ഒരു എഫക്റ്റ് കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് വരും. അതായത് രണ്ടാമത്തെ ഇമേജിൽ
ഈ ഒരു ഭാഗത്തേക്ക് സ്വൈപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നിട്ട് എഫക്ട്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ എക്സ്പാൻഡ് എന്നുള്ള ഒരു എഫക്റ്റ് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്ലൈ ടു ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു എഫക്റ്റ് നമുക്ക് കംപ്ലീറ്റ് ഇമേജിൽ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ വാട്ടർമാർക്ക് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിലുള്ള ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ റെസൊല്യൂഷൻ 1080 ഫ്രെയിം റേറ്റ് 30 FPS കൊടുത്തിട്ട് താഴെയുള്ള ആ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. ഫ്രണ്ട്സ്, ഇതിൽ നല്ല കിടിലൻ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്